മോദി തൃശൂരിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ ഉന്മേഷ്, മോദിയെ അനയിച്ചുകൊണ്ടുള്ള 3 ഹെലികോപ്റ്ററുകൾ, സാധാരണഗതിയിൽ അദ്ദേഹം എത്തുമ്പോൾ 3 ഹെലികോപ്റ്ററുകളാണ് എത്തുന്നത്. ആ 3 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ അച്യുതമേനോൻ കോളേജിന്റെ ഹെലിപ്പാഡ് ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരം മാത്രമാണ് തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിലേക്കുള്ളത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 10 മിനിറ്റിനകം തന്നെ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാവുന്നത്. അച്യുതമേനോൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ദേശീയപാത വഴിയാണ് വീണ്ടും ഹെലികോപ്റ്റർ വരുന്നതാണ്. അതിനുശേഷം അച്യുതമേനോൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് നേരെ ദേശീയപാതയിലേക്ക് വാഹനം എത്തും. അതിൽ വഴി മണ്ണുത്തിയിൽ നിന്ന് നേരെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് കഷ്ടിച്ചൊരു 5 മിനിറ്റ് ദൂരം മാത്രമാണ് ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ പോലീസുകാർ വിലയിരുത്തുന്നത്. അതിനുശേഷം അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തി 900 മീറ്റർ ആണ് ആ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങളുടെയൊക്കെ വലിയ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊന്നും ആളുകളെയും നിർത്തുന്നില്ല. സൈഡിൽ അധികം ആളുകളൊന്നുമില്ല. സാധാരണഗതിയിൽ എറണാകുളത്തൊക്കെ സൈഡുകളിൽ റോഡിന്റെ അദ്ദേഹം വരുന്നതുമായി ബന്ധപ്പെട്ട് റോഡിന് ഇരുവശങ്ങളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ സ്വരാജ് ഗ്രൗണ്ടിലാണ് റോഡ് ഷോ ക്രമീകരിച്ചതുകൊണ്ട് അതുകൊണ്ട് പരമാവധി ആളുകളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. മറ്റിടങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ഗതാഗതക്കുരുക്കോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആളുകളെ കൂടുതൽ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് തൃശ്ശൂരിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം പകരാൻ പോകുന്ന ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് ഇത്തവണത്തെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് തന്നെ തൃശ്ശൂരിൽ നിന്നാണ്. അവരുടെ ദേശീയ അധ്യക്ഷൻ BJPയുടെ ദേശീയ അധ്യക്ഷൻ ആദ്യ ചുവരെഴുത്ത് നടത്തിയത് തൃശ്ശൂരാണ്. അവർ ഒരുപാട് പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാലിനെ പോലൊരു സ്ഥാനാർത്ഥി അവർക്കുണ്ട്. കഴിഞ്ഞ 2 തവണയും അവർ തൃശ്ശൂരിൽ മത്സരിച്ചതാണ്. UNF സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അവരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കാരണം തൃശ്ശൂര് അവിസ്മരണീയമായ ഒരു പോരാട്ടമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. തൃശ്ശൂർ അന്ന് സുരേഷ് ഗോപിക്കൊപ്പം നിന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ഭൂരിഭാഗം വോട്ടുകളും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ആനുകൂല്യം തനിക്കും ലഭിക്കും, അല്ലെങ്കിൽ ഈ നിലവിൽ NDA മുന്നണിക്ക് ലഭ്യമാകും എന്ന പ്രതീക്ഷയാണ് പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് മോഡി കൂടി എത്തുന്നത് കൂടി ആ വോട്ടുകൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സഹായകരമാകും എന്ന വിലയിരുത്തലാണ് NDA ക്യാമ്പ് നിലവിൽ ഉള്ളത്. അടുത്ത ഹെലികോപ്റ്റർ കൂടി എത്തിയിരിക്കുന്നു. നിലവിൽ 3 ഹെലികോപ്റ്ററുകളും ഈ ഹെലിപാഡ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നരേന്ദ്രമോദി അച്യുതമേനോൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എത്തും. അതിനുശേഷം നേരെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് അവിടെ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയും ആയിരക്കണക്കിന് പ്രവർത്തകർ തൃശ്ശൂരിന്റെ വിവിധ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പൊതുപ്രസംഗം ഇല്ല. അതിനുമപ്പുറത്തേക്ക് റോഡ് ഷോയാണ്. മോദിയുടെ റോഡ് ഷോ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് തൃശ്ശൂരിലെത്തി വലിയ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തതാണ്. ആ പ്രതീക്ഷയാണ് ഇത്തവണ മോദി തൃശ്ശൂരിലെത്തുമ്പോഴും NDA ക്യാമ്പ് പങ്കുവെക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് ഉള്ളത്. അത് ഇത്തവണ തൃശ്ശൂർ അവർക്കൊപ്പം നിൽക്കും. പാലക്കാടും നേമവും ഒക്കെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പോലെ തന്നെ അവരുടെ ഒരു ടോപ്പ് ക്ലാസ് A ക്ലാസ് മണ്ഡലം, അത് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമായി അവർ കണക്കാക്കുന്ന തൃശ്ശൂരിലേക്ക് മോദിയെ എത്തിക്കുന്നത് വഴി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനാകും. അതൊരു റിഫ്ലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതുവഴിയാണ് മോദി ഇങ്ങോട്ടേക്ക് ഈ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന ദേശീയപാത ഇങ്ങോട്ടേക്കാണ്. അവിടെ 2 വശത്തുകൂടിയും നേരത്തെ ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരു വശത്തേക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു 5 മിനിറ്റിനകം തന്നെ അത് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതിനുശേഷം ഈ വാഹനം കടന്നുപോയ ശേഷം മാത്രമേ മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുകയുള്ളൂ. എന്തായാലും പൂർണ്ണ സജ്ജമാണ് തൃശ്ശൂർ മോദിയെ വരവേൽക്കുന്നതിന് വേണ്ടി. ആദ്യ 2 ഹെലികോപ്റ്ററുകൾ 3 ഹെലികോപ്റ്ററുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം മാത്രമാണ് ഉള്ളത്. ഇവിടെ എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഷ്ടി, അതിനപ്പുറത്തേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 4:30 അവിടുത്തെ റോഡ് ഷോ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററുകളൊക്കെ വന്ന് അത് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇനി അദ്ദേഹത്തെ വരവേൽക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുണ്ട്. അവരും ഒപ്പം ആയിരിക്കും സ്വരാജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം പോകുക. ഉന്മേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.